ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം. സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ വൺ റാക്കറ്റ് എന്ന സൂചനയും SITക്ക് ലഭിച്ചിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടും ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് രാജീവ് ചേരുകയാണ്. രാജീവ്, വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് നീക്കം എന്നുള്ളതാണ്. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ വൺ റാക്കറ്റ് എന്ന സൂചനയാണ് SITക്ക് ലഭിക്കുന്നത്. രാജീവ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജീവ്, വളരെ നിർണായകമായ വിവരം, രാജ്യാന്തര ബന്ധം, ഒപ്പം തന്നെ പല നിർണായകമായ മൊഴിയും പത്മകുമാർ നൽകിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കിലാക്കുന്ന, കൂടുതൽ കുരുക്കുന്ന മൊഴിയാണ് അദ്ദേഹം നൽകിയത് എന്നത് നമ്മൾ ഇന്നലെ തന്നെ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് രാജീവ്? രാഗി, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക പങ്കാണ് പത്മകുമാറിനുള്ളതെന്ന് നിലവിൽ SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. അതായത് ഇതിന്റെ ആസൂത്രണം നടന്നത് പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയുടെ പ്രധാനപ്പെട്ട ആസൂത്രകനും പത്മകുമാറാണ് എന്നാണ് നിലവിൽ SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ കട്ടളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും 4 മണിക്കൂർ മാത്രമാണ് അന്വേഷണ സംഘത്തിന് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകൾ ഇക്കാര്യത്തിൽ വേണം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഉടൻ തന്നെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് അപേക്ഷ നൽകുക. പ്രധാനമായും ഈ പത്മകുമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോവുകയും അവിടെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി എന്ന് സംബന്ധിച്ച ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും നിർണായകമാകുന്നത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ കട്ടളപ്പാളികൾ തന്നെയാണോ തിരികെ എത്തിച്ചത് എന്നത് സംബന്ധിച്ചുള്ള സംശയം അന്വേഷണ സംഘത്തിന് ഇപ്പോഴുമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഒരു ശാസ്ത്രീയ പരിശോധന ശബരിമലയിൽ SITയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതിന്റെ ഫലം ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്കും പോകും. ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും SIT പരിശോധിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയും ഈ രീതിയിലുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവ് സുഭാഷ് കപൂറിന്റെ മാതൃകയിൽ വിഗ്രഹം ഉൾപ്പെടെ, അതായത് ഈ ശബരിമലയിൽ നിന്നുള്ള കട്ടളപ്പാളികൾ ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയോ എന്ന രീതിയിലുള്ള സംശയമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഏതായാലും അതേ രീതിയിലുള്ള അന്വേഷണം തന്നെ SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് SITയുടെ നിലപാട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പത്മകുമാറിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്നത്. പ്രത്യേകിച്ചും 2019 പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സ്വർണ്ണ കട്ടളപ്പാളികൾ ചെമ്പാക്കി മാറ്റി ഉത്തരവ് പുറത്തിറക്കുകയും പിന്നീട് ഇതിന്റെ ഭാഗമായി ഗൂഢാലോചന നടത്തുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് കൊടുത്തുവിടുകയും ചെയ്തത്. ഇതിനുശേഷം 2019 ജൂലൈയിൽ തന്നെയാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ചെമ്പാക്കി മാറ്റുന്നതിനുള്ള നീക്കം തുടങ്ങിയത്. ഈ രണ്ട് കാര്യത്തിലും കൃത്യമായ അന്വേഷണം വേണമെങ്കിൽ, അതിലേക്ക് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ പത്മകുമാറിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക. അതിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കട്ടളപ്പാളികൾ മറ്റ് ഏതെങ്കിലും രാജ്യത്തേക്ക് കടത്താനുള്ള ഒരു സാധ്യതയാണ്. അത്തരത്തിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് SIT കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്നും നിലവിൽ SIT കരുതുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടി പത്മകുമാറിനെ വളരെ വിശദമായി ചോദ്യം ചെയ്യും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിലെ ആസൂത്രണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പത്മകുമാറാണ്. പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചന തുടങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ മറ്റ് ദേവസ്വം ബോർഡിലെ നിലവിൽ അറസ്റ്റിലായ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പങ്ക് ഇക്കാര്യത്തിൽ വഹിച്ചത് പത്മകുമാറാണ്. ദേവസ്വം ബോർഡിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി ഉത്തരവ് പുറത്തിറക്കുകയും അതിനുശേഷം ഈ സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കി അതിന്റെ മറവിൽ വലിയൊരു ഗൂഢാലോചന നടത്തുകയും ഈ ശബരിമലയിൽ നിന്ന് ഘട്ടം ഘട്ടമായി സ്വർണ്ണപ്പാളികൾ കടത്താനുള്ള ശ്രമം നടത്തിയത് പത്മകുമാറാണ് എന്നാണ് SIT കരുതുന്നത്. ഇതിന്റെ ഭാഗമായി അദ്ദേഹം സാമ്പത്തിക നേട്ടം ഉൾപ്പെടെ ഉണ്ടാക്കി എന്നും നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തുൾപ്പെടെ എല്ലാ സ്വാതന്ത്ര്യവും പത്മകുമാർ നൽകിയിരുന്നു. തന്റെ സ്വന്തം മുറി, അതായത് പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ സ്വന്തം മുറി ഉപയോഗിക്കാനുള്ള അനുമതി പോലും പത്മകുമാർ നൽകിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതുമായി
ബന്ധപ്പെട്ട മൊഴികളും നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ 4 മണിക്കൂറിൽ താഴെ മാത്രമാണ് പത്മകുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇനി വളരെ വിശദമായി, അതായത് 2 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാകും കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുക. ഇതിനുശേഷം പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിനെ കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സ്വർണ്ണ കട്ടിളപ്പാളികൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് പോലും അന്വേഷണ സംഘം നിലവിൽ സംശയിക്കുന്നുണ്ട്. ഏതായാലും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയൂ. ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾ അത് വളരെ പ്രധാനമാണ്. കാരണം ഹൈക്കോടതിന് മുൻപിൽ നിലവിൽ തന്നെ നിരവധി റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജ്യാന്തര വിഗ്രഹ മോഷണമാണോ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന സംശയം ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ആ രീതിയിലേക്ക് കൂടി SITയുടെ അന്വേഷണം പോവുകയാണ്. ഈ സ്വർണ്ണ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമൊക്കെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് കൂടി SIT അന്വേഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ തന്നെ പത്മകുമാറിനുള്ള പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വളരെ വിശദമായ അന്വേഷണത്തിലേക്കും SIT കടക്കുകയാണ്. രാജീവ്, അതുപോലെ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. ഈ ശബരിമല സ്വർണ്ണ കവർച്ച ആസൂത്രണം ചെയ്തു, അതിന് ഒത്താശ ചെയ്തു, അങ്ങനെ വളരെ പാർട്ടിയെ തന്നെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന, നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന പത്മകുമാറിന് കുരുക്ക് കൂടുതൽ മുറുക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ കൂടി. രാഗി, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കിക്കൊണ്ട് ബോർഡിൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ ബോർഡിൽ നിന്നും ഉത്തരവ് വാങ്ങിയെടുത്തത് പത്മകുമാർ ആണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തകൾ എന്തൊക്കെയാണോ അതെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും പരാമർശങ്ങൾ ഉള്ളത്. അതായത് പത്മകുമാറിൻ്റെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായാണ് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയിരിക്കുന്നത്. മാത്രമല്ല പത്മകുമാർ മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കി മാറ്റുന്നത് സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പരാമർശങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിനൊപ്പമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ പത്മകുമാർ പോവുകയും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്തു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് SIT പറയുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ പത്മകുമാറിന്റെ വളരെ വലിയ ആസൂത്രണം ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ദേവസ്വം ബോർഡിൽ നിന്ന് ഉത്തരവ് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. ഇതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകുമ്പോൾ നടപടിക്രമങ്ങൾ തുടങ്ങുന്നു, കത്തിടപാടുകൾ തുടങ്ങുന്നു. അത് മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് കത്തിടപാടുകൾ തുടങ്ങുന്നത്. പിന്നീട് അത് ബോർഡിലേക്ക് എത്തുന്നു. ബോർഡിലേക്ക് എത്തുമ്പോൾ ബോർഡിനെ കൊണ്ട് ഈ സമ്മതിപ്പിക്കുന്നത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടിളപ്പാളികൾ കൊടുത്തുവിടാമെന്ന് സമ്മതിപ്പിക്കുന്ന ഉത്തരവ് പുറത്തിറങ്ങുന്നത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടത്തിയത് പത്മകുമാറാണ്. അതിന് പിന്നിൽ സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കി എന്ന നിലവിൽ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കട്ടിളപ്പാളികൾ ഇവിടെ നിന്നും, അതായത് ശബരിമലയിൽ നിന്നും കടത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയതായി നിലവിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രദർശന വസ്തുവാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT നീങ്ങുന്നുവെന്നത്. രാജീവ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ നിന്ന് തടിതപ്പാൻ പല വിധത്തിലുള്ള അടവുകൾ പയറ്റുന്നുണ്ടായിരുന്നു. അത്തരത്തിലായിരുന്നു പ്രതികരണം. അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിലൊന്നും തനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം. അങ്ങനെയൊക്കെ ഈ വിഷയത്തിൽ നിന്ന് തടിതപ്പാൻ സാധിക്കുമോ? ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലടക്കം കാര്യങ്ങളിലേക്ക് SIT കടക്കുകയില്ലേ രാജീവ്? രാഖി, ഏതായാലും ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. SITയും ആ രീതിയിലുള്ള കണ്ടെത്തലിലേക്ക് തന്നെയാണ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി ഒതുക്കാനുള്ള ശ്രമമായിരുന്നു നടന്നതെങ്കിൽ പിന്നീടാണ് ഈ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ പങ്ക്, അത് ജനൻ-TV തന്നെയാണ് പുറത്തുവിട്ടത്. ഓരോ ഉന്നതരുടെയും പങ്ക് ഇതിൽ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള രേഖകളും തെളിവുകളുമൊക്കെ ജനൻ-TV പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകുന്നതിനിടെയാണ് മുരാരി ബാബുവും അതുപോലെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറും തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവും പിന്നീട് ഇങ്ങോട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ
കമ്മീഷണറായിരുന്ന എൻ വാസുവും ഉൾപ്പെടെ അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ പത്മകുമാർ കൂടി അറസ്റ്റിലാകുമ്പോൾ ഏതായാലും അതിനുമപ്പുറത്തേക്ക് ഉന്നതതല ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയുമായി 2025 വരെ വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവർക്കൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കത്ത് നൽകുന്നത് സർക്കാരിനാണ്, സംസ്ഥാന സർക്കാരിനാണ് കത്ത് നൽകുന്നത്. ഈ രീതിയിൽ തനിക്ക് ഈ ശബരിമലയിലെ കട്ടളപ്പാളികളിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ പാളികളിലുമൊക്കെ സ്വർണം പൂശുന്നതിന് താല്പര്യമുണ്ട്, അതിൻ്റെ സ്പോൺസറാകാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനാണ് 2019 കത്ത് നൽകുന്നത്. ഈ കത്തിൻ്റെ തുടർ നടപടികൾ എന്ന രീതിയിലാണ് ദേവസ്വം ബോർഡിലേക്ക് ഇത് എത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി നടത്തുന്നത്. ഏതായാലും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യും എന്ന ഉറപ്പാണ്. അത് എപ്പോൾ എന്നത് സംബന്ധിച്ച് വളരെ ഒരു വ്യക്തത SIT വരുത്തിയിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇനി അടുത്ത നടപടി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുക, പത്മകുമാറിനെ വളരെ വിശദമായി ചോദ്യം ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മണിക്കൂർ മാത്രമാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SITക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി വളരെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇക്കാര്യത്തിൽ വേണമെന്നാണ് നിലവിൽ SIT വ്യക്തമാക്കുന്നത്. അതിനുള്ള നടപടികളാണ് SIT ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും പത്മകുമാറിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് SIT എത്തുക. ഏതായാലും ഹൈക്കോടതി കൂടി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനാൽ ഉന്നത തലങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാജീവ്, എന്തായാലും രാജീവ് സൂചിപ്പിച്ചതുപോലെ ഉന്നതതലത്തിൽ നടന്ന ഗൂഢാലോചന അത് തന്നെയാണ് ചർച്ചയാകുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കവർച്ചക്കാരൊക്കെ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി പിടിയിലാകുന്ന ഒരു സ്ഥിതി, ഇനി അടുത്തതാരാണ് എന്നുള്ള ഒരു ചോദ്യം മാത്രം അവശേഷിക്കുമ്പോൾ CPM പൂർണ്ണമായും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ ഈ വിഷയത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് ഈ പത്മകുമാറിന്റെ അറസ്റ്റ് കൊണ്ടൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും പത്മകുമാറിന്റെ അദ്ദേഹം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആണ്. ഈ വിഷയത്തിലൊക്കെ CPM എത്രത്തോളം പ്രതിരോധത്തിലാണ് രാജീവ്? രാഗി, ഏത് ഉന്നതരായാലും കൃത്യമായ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ തങ്ങളുടെ പോലീസ് അന്വേഷിച്ച് അതെല്ലാം കണ്ടെത്തും. അത് CPM നേതാവാണെങ്കിൽ പോലും വെറുതെ വിടില്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ CPM നേതാക്കളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സമയത്ത് തന്നെ CPM നേതാവ് അറസ്റ്റിലാകുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാതെ അവർക്ക് ന്യായമായ രീതിയിലുള്ള ഒരു പിന്തുണയും നൽകിയില്ല എന്നാണ് CPM അവകാശപ്പെടുന്നതെങ്കിൽ കൂടിയും കാര്യങ്ങൾ അങ്ങനെയല്ല. കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എൻ വാസു ആയാലും, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ് എൻ വാസു ആയാലും, അതുപോലെ തന്നെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവും മുൻ MLAയുമായ പത്മകുമാർ ആയാലും അറസ്റ്റിലാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലാണ്. കാരണം ശബരിമലയിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുൻവശമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ 42ഓളം റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിക്ക് മുൻപിലുള്ളത്. ആ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്കും നിലപാടുകളിലേക്കും ഹൈക്കോടതി എത്തിയത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമലയിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഹൈക്കോടതി വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി ഇത് ഒതുക്കാൻ കഴിയില്ല. വലിയ ഗൂഢാലോചന ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. ഉന്നതതല ഗൂഢാലോചന തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ അന്വേഷണം വേണം എന്നാണ് ഹൈക്കോടതി അന്ന് നിരീക്ഷണം നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇതിൽ വേണം എന്ന തീരുമാനമെടുത്തത് പോലും ഹൈക്കോടതിയാണ്. മാത്രമല്ല, ഹൈക്കോടതി നടത്തിയ ഏറ്റവും നിർണായകമായ മറ്റൊരു നീക്കം എന്ന് പറയുന്നത് DGP കൂടി ഇതിൽ കക്ഷിയാക്കി എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടായാൽ DGP ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന സൂചന തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിലാണ് എൻ വാസുവും അതുപോലെ തന്നെ പത്മകുമാറുമൊക്കെ അറസ്റ്റിലായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമാണ്. അത് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM എപ്പോഴും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. 2018 ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ CPMന്റെ നിലപാടും സർക്കാരിന്റെ നിലപാടും പിന്നീട് ഇങ്ങോട്ട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടിയായെന്ന് CPM മുൻപ് തന്നെ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി എൻ വാസുവും അതുപോലെ തന്നെ CPM നേതാവായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ശബരിമല വിഷയത്തിൽ തന്നെ അറസ്റ്റിലാകുന്നത്, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് തീർത്തും CPMനെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയിൽ
10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് അന്വേഷണ സംഘമാണ് മറുപടി പറയേണ്ടി വരിക. ഇല്ലെങ്കിൽ ഹൈക്കോടതി ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കുറ്റക്കാരെ സംരക്ഷിച്ചു എന്ന് കൃത്യമായ മറുപടി പറയേണ്ടി വരും. ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ വാസുവിൻ്റെ അറസ്റ്റും അതുപോലെ തന്നെ പത്മകുമാറിൻ്റെ അറസ്റ്റും ഒഴിവാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയാതെ വന്നത്. അല്ലാതെ CPM പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള സംരക്ഷണവും CPMൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളെ പിടിച്ചോട്ടെ എന്നൊരു മനസ്ഥിതിയോട് കൂടിയല്ല CPM നേതാക്കളൊന്നും നിന്നത്. ഏതെങ്കിലും തരത്തിൽ ഇവർ SITക്ക് കൃത്യമായ തെളിവുകൾ പത്മകുമാറിനെതിരെ ലഭിക്കുന്നുണ്ട്. ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വമ്പൻ റാക്കറ്റ് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട് ജനം ടിവിക്ക് ലഭിക്കുകയും ചെയ്തു. വാർത്ത വിശദമായി തന്നെ രാജീവാണ് തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.